ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ബിസിനസ്സിനെ നമുക്ക് സിമ്പിളായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ദി ആക്ടിവിറ്റി ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലേ? സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ ആണ് എന്ത് ചെയ്യുന്നത് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് മാൻ എന്ന് പറഞ്ഞാലോ, ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു എക്സ്പെക്റ്റേഷനാണ്, അല്ലെങ്കിൽ വലിയൊരു കൺസെപ്റ്റാണ്. ഈ സാധനം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന പ്രോസസ്സിനെ വളരെ ക്രിയാത്മകമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആളെയാണ് ബിസിനസ് മാൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ബിസിനസ് അച്ചീവ്മെൻറ്റ്സിന്, ബിസിനസ് ടേണിങ്സിന്, ഗ്രോത്തിന് ഒക്കെ യൂസ്ഫുൾ ആകുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് പേഴ്സണാലിറ്റിയെയാണ് നമ്മൾ ബിസിനസ് മാൻ എന്ന് ഡിഫൈൻ ചെയ്യേണ്ടത്. നമ്മൾ ഓരോരുത്തരിലും ഒരു ബിസിനസ് മാൻ്റെ ക്വാളിറ്റി ഉണ്ടാകും. ആ ക്വാളിറ്റിയെ നമ്മൾ ഏത് വിധേന ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുവോ അവിടെയാണ് ഒരു പ്രോപ്പർ ബിസിനസ് മാൻ ഡെവലപ്പ് ആവുന്നത്. ഒരൊട്ടനവധി കാര്യങ്ങൾ അതിലൊക്കെ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ടതുണ്ട്. ഒരു വേൾഡ് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പവർഫുൾ പേഴ്സണാലിറ്റിയാണ് ബിസിനസ് മാൻ. ഇപ്പോൾ നമ്മളൊക്കെ കൺസെപ്റ്റിൽ ഒരു ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോട്ടും ടൈയും ഒക്കെ ഇട്ടിട്ട് നല്ല വൃത്തിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ മുന്നിലേക്ക് വന്ന് പെടുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ബിസിനസ് മാൻ എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ ബിസിനസ് മാൻ എന്ന് പറയുന്നത് ഈ ടൈയും കോട്ടൊന്നും വേണമെന്നില്ല. നോർമൽ നമ്മുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ പോലും ഒരു പെർഫെക്റ്റ് ബിസിനസ് മാൻ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സംസാരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വാങ്ങൽ വിൽക്കൽ പ്രക്രിയ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് മാനായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ഇടയിൽ എത്ര പേര് ബിസിനസ്സുകാരായിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബിസിനസ്സുകാരനാവാം. നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എഫിഷ്യൻ്റ് ആക്കാൻ നമ്മൾ കാണിക്കുന്ന വാല്യുബിളായിട്ടുള്ള റൂട്ടിനെ കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഏൺ ചെയ്യാം ത്രൂ ദി ബിസിനസ്സിലൂടെ. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസ് മാൻ ആവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ആർക്കും ബിസിനസ് മാൻ ആവാം. നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ അതൊരു ആക്ടിവിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബിസിനസ് മാൻ ആവാൻ കഴിയുമെന്നത് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നിങ്ങൾക്കൊരു ബിസിനസ് മാൻ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നിങ്ങൾ എന്ത് ബിസിനസ്സാണോ ചെയ്യുന്നത് ആ ബിസിനസ്സിനെ കുറിച്ചിട്ടൊരു വിപുലമായിട്ടൊരു പ്ലാൻ നിങ്ങൾ തയ്യാറാക്കണം. എന്തു ചെയ്യുന്നു എന്നതിനെക്കുറിച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ ഐഡിയ, നിങ്ങളുടെ കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിനെ എല്ലാ ആംഗിളിലൂടെയും നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കിക്കാണണം. അതിൻ്റെ റിസ്ക്, ആ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള, ആ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനുള്ള റിസ്ക് എത്രമാത്രമുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ആ ബിസിനസ് എവിടെയൊക്കെ ആർക്കൊക്കെ മുന്നിലേക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നതിൻ്റെ ഒരു റെക്കോർഡ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. മാർക്കറ്റ് കണ്ടീഷൻ നിങ്ങൾ മനസ്സിലാക്കണം. അതിനുള്ള ഫണ്ട് സോഴ്സ് നിങ്ങൾ കണ്ടെത്തണം.
ഇത്രയും അനാലിറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ കൺസെപ്റ്റ്, നിങ്ങളുടെ ബിസിനസ് റൈറ്റ് വേയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ആരും ബിസിനസ്സുകാരനായിട്ട് ജനിക്കുന്നില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ ഐഡിയാസ് ഡെവലപ്പ് ആവുമ്പോൾ അവിടെ നിന്നും ഉരുത്തിരിഞ്ഞുണ്ടാകുന്ന വ്യക്തികളാണ് ബിസിനസ്സുകാരല്ലെങ്കിൽ ബിസിനസ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിലെ ബിസിനസ്മാനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്ത് ചെയ്യണം, നാളെ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചിട്ട് റൈറ്റ് പ്ലാൻ നിങ്ങളുടെ മുന്നിലുണ്ടാവണം. നിങ്ങൾ എന്ത് ബിസിനസ്സിലേക്ക് ഇൻവോൾവ് ആവുകയാണെങ്കിലും അതിൻ്റെ റൈറ്റ് പ്ലാൻ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ ഡൺ ഷുവർ നിങ്ങൾ ഒരു പ്രോപ്പർ ബിസിനസ് മാൻ ആയിരിക്കും, ബിസിനസ് ഡെവലപ്പർ ആയിരിക്കും. ഓരോ ദിവസവും നിങ്ങൾ ഓരോരോ ഐഡിയാസ് നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ടെത്തണം. അത് വ്യത്യസ്ത ആംഗിളിൽ നിന്നുകൊണ്ട് യൂസ് ചെയ്യും വേണം. കാരണം നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ ഒരുപാട് റൂട്ട് പ്ലാനുകൾ നമ്മൾ കാണും. അവിടെയൊക്കെ നമ്മൾ പരീക്ഷണശാലകളാക്കി മാറ്റിയാൽ, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഐഡിയാസ് ഉപയോഗിച്ച് തുടങ്ങിയാൽ ഒരു പക്ഷേ പോയിൻ്റ് ഔട്ട് ചെയ്യപ്പെടും നമ്മുടെ സക്സസ് സ്റ്റോറീസ്. വളരെ സുഖപ്രദമായിട്ടുള്ള യാത്രയ്ക്ക്, ബിസിനസ്സിൻ്റെ ഗ്രോത്തിന് നിങ്ങൾ വൃത്തിയോട് കൂടിയിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഐഡിയ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീക്ക് പോയിൻ്റുകൾ നമുക്ക് ഓവർകം ചെയ്തു പോരാം, വീക്ക് പോയിൻ്റുകൾ നമുക്ക് അവോയ്ഡ് ചെയ്തു പോരാം. നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമ്മുടെ പ്ലാൻസ് എല്ലാം പ്രോപ്പർ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബിസിനസ് മാൻ എന്ന നിലക്ക് നമ്മൾ അച്ചീവറായിരിക്കും. നമ്മുടെ സക്സസ് എന്ന് പറയുന്നത് വേൾഡ് വൈഡായിട്ട് ശ്രദ്ധിക്കപ്പെടും. നമ്മളെ മുന്നിൽ പലരുമുണ്ട്. അവരൊക്കെ അവരുടേതായിട്ടുള്ള പ്ലാൻസ് പ്രോപ്പറാക്കിയതിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ഗ്രാഫാണ് നമ്മൾ ഇന്ന് അവരെ അപ്രിസിയേറ്റ് ചെയ്യാനുള്ള കാരണം. അപ്രിസിയേഷൻ എന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ട് കിട്ടുന്നൊരു സംഗതിയല്ല. അതിന് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ പ്ലാനുകളെ പ്രോപ്പറായിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത് അതിലേക്ക് നമ്മുടെ സക്സസ് കടന്നു വരാനുള്ള ഐഡിയാസ് വൃത്തിയോട് കൂടിയിട്ട് കൊണ്ടുവന്ന് അതിലൂടെ മാത്രമേ നമുക്ക് സക്സസ്സിലേക്ക് എത്താൻ കഴിയൂ. അപ്പം ഒരു ബിസിനസ് മാന് അവരുടെ ബിസിനസ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ ഇൻഡിവിജ്വൽ സ്ട്രെങ്ത്തിനോടൊപ്പം തന്നെ ടീം സ്ട്രെങ്ത്തും മറ്റ് അനലിറ്റിക്കൽ പോയിൻറ്റ്സൊക്കെ ബ്രീഫായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ടാവും. അവിടെ മാത്രമേ ഒരു പ്രോപ്പർ ബിസിനസ് മാൻ, പ്രോപ്പർ ബിസിനസ് ഇൻഡിവിജ്വൽ, ബിസിനസ് ടീം ഉണ്ടാവുകയുള്ളൂ എന്ന് സാരം. വേൾഡ് വൈഡായിട്ട് നമ്മുടെ സക്സസ്സിനെ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് എല്ലാം വീക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ വർക്ക് പ്ലാനുകൾ മാറ്റുകയും ചെയ്യണമെന്നത് അനിവാര്യമാണ്.